ബീഹാറിൽ നിന്നുകൊണ്ട് തന്നെ ബി.ജെ.പിയെ അക്ഷരാർത്ഥത്തിൽ നിലം പരിശാക്കുകയാണ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദിയാണെങ്കിൽ ഭരണത്തിൻ്റെ ആലസ്യത്തിൽ പറന്നു നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിൽ തകർത്താടുകയാണ്. വോട്ട് കൊള്ള നടത്തി ഇനിയും 50 വർഷം ഇന്ത്യ ഭരിക്കാമെന്നാണ് ബി.ജെ.പി കരുതിയത് എന്നും അത് ഇവിടെ അവസാനിച്ചുവെന്നും ഉറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. വോട്ട് കൊള്ളയിലൂടെ രാജ്യത്ത് ഇനിയും അധികാരം പിടിക്കാമെന്നാണ് അവർ കരുതുന്നത് എന്നും ബീഹാറിലെ ജനങ്ങൾ അത് തിരിച്ചറിയണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതോടെ ബീഹാറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടുതൽ ഗൗരവമുള്ളതായി ജനങ്ങൾ കണക്കാക്കുന്നു. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത്. ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം തന്നെ സംസ്ഥാനത്തെ NDA ഭരണത്തിനെതിരെ അതിശക്തമായ വിരുദ്ധ വികാരം ഇളക്കിവിടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ 10ാം ദിവസം വയനാട്ടിലെ MP-യും സഹോദരിയുമായ പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാനത്തെ ഇളക്കിമറിച്ചു. പ്രിയങ്ക ഗാന്ധി അതിരൂക്ഷമായ ഭാഷയിലാണ് നരേന്ദ്രമോദിയെ നേരിട്ടത്. ജനങ്ങളുടെ വോട്ട് പ്രധാനമന്ത്രി തന്നെയാണ് കൊള്ളയടിക്കുന്നത് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അമ്മമാരുടെ സ്വർണം കൊള്ളയടിക്കുന്നു എന്നാരോപിച്ച നരേന്ദ്രമോദി ഇപ്പോൾ അവരുടെ വോട്ട് മോഷ്ടിക്കുകയാണ്, ഒപ്പം തന്നെ ജനങ്ങളുടെ സമ്പത്ത് കോർപ്പറേറ്റുകളും കൊള്ളയടിക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചിരിക്കുന്നു. പൗരാവകാശങ്ങൾ കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയാണ് രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ മോദിക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായി ബീഹാറിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷ സഖ്യം അഥവാ ഇന്ത്യ സഖ്യം അതിശക്തമായ നിലയിലായി കഴിഞ്ഞു. ഇപ്പോൾ ബീഹാർ എന്ന ഒരൊറ്റ സംസ്ഥാനം ഇളക്കിമറിക്കുന്ന രാഹുൽ ഗാന്ധി അവിടെ വിജയം നേടിയിട്ട് മാത്രമേ ഇനി വിശ്രമമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഇന്ത്യ മുന്നണിയുടെ മറ്റു നേതാക്കൾക്കാകില്ല. അത് രാജ്യത്തുടനീളം ഇന്ത്യ മുന്നണിക്ക് ശക്തി പകർന്നിരിക്കുകയാണ്. അതുപ്രകാരം രാജ്യത്തുടനീളമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ ബീഹാറിലേക്ക് ഒഴുകുകയാണ്. DK ശിവകുമാർ ഇന്നലെയും രേവന്ത് റെഡ്ഡി ഇന്നും ബീഹാറിൽ ആവേശം നൽകിയിരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എത്തിക്കഴിഞ്ഞു. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും അടുത്ത ദിവസങ്ങളിൽ വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമാകുന്നു. സെപ്റ്റംബർ 1-ാം തീയതി ബീഹാറിൻ്റെ തലസ്ഥാനമായ പട്നയിൽ നടക്കുന്ന മഹാറാലിയോടുകൂടിയാണ് വോട്ടർ അധികാർ യാത്ര അവസാനിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യാത്ര ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ വിജയം സമ്മാനിച്ചു കഴിഞ്ഞു എന്ന ഉറപ്പിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോഴുള്ളത്.